ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിങ് നമുക്ക് കറൻ്റ്ലി സെപ്പറേഷൻ ഫേസിലുള്ളവർക്ക് വേണ്ടി നോക്കാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്താണ്, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനോടുള്ള അവരുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് ഇപ്പോൾ എന്നുള്ളത് കൂടി നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ അവരുടെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. Heartache and loss, firm foundation, third eye chakra, choose wisely, mental conflict, partnership and alliances, memories of love. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് സെപ്പറേഷൻ ഫേസിലുള്ളവരുടെ റീഡിംഗ് ആണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ ആ ഒരു വ്യക്തിയുടെ സിറ്റുവേഷനാണ് നമ്മൾ നോക്കുന്നത് എന്നുള്ളത്. സ്റ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സെപ്പറേഷൻ ഫേസ് ആണെന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിക്ക് നിങ്ങളുടെ മെമ്മറീസിൽ നിന്ന് പുറത്ത് വരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ സ്റ്റിൽ അതിനകത്ത് ഈ ഒരു പേഴ്സൺ ചുറ്റപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഒരുപാട് ഓർമ്മിക്കുന്നുണ്ടാവാം, മിസ് ചെയ്യുന്നുണ്ടാവാം. ആ ഒരു എനർജീസൊക്കെ നമുക്കിവിടെ എടുത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു സിറ്റുവേഷൻ എനർജിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഓർത്ത് വിഷമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് തന്നെ അവരുടെ മനസ്സിനകത്ത് കൂടുതലായിട്ടുള്ളതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ മറ്റെന്ത് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായാലും, ഇപ്പോൾ ഫിനാൻഷ്യലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പോലും സ്റ്റിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അവരെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പിടിച്ചു നിർത്തുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഒരുപക്ഷെ ഈ ഒരു കണക്ഷൻ ചിലപ്പോൾ വളരെ ഒരു പെയിൻഫുൾ എൻഡിങ് കാര്യങ്ങൾ സംഭവിച്ചതായിരിക്കാം. ആ ഒരു തരത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചീറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ഉള്ളതുകൊണ്ട് മാറി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ, എന്ത് വേണമെന്നുണ്ടെങ്കിലും ആവാം. എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അവരെ അത് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നുള്ളതാണ്. മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ ആ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടിയോ കാര്യങ്ങളോ ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കണം ചിലപ്പോൾ ഈ ഒരു പേഴ്സണ് മാറി നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. കാരണം ഇവിടെ നിന്ന് അവർ മാറി നിന്നത് എങ്ങോട്ടാണോ, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊരു വേദനാജനകമായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും മാറിപ്പോയത് അല്ലെങ്കിൽ മറ്റൊരു വഴി തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ അവർ ഉറച്ചു നിൽക്കാനായിട്ട് നോക്കിയാൽ പോലും അവർക്കതിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഒരു ചോയ്സോ കാര്യങ്ങളോ വന്നപ്പോൾ നിങ്ങളെ ഒന്ന് പിന്തള്ളി മറ്റൊരു കാര്യത്തിൻ്റെ പുറകെ പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ പോവേണ്ട നിർബന്ധിതമായിട്ടുള്ള സാഹചര്യം വന്നിട്ടുണ്ടാവാം. പക്ഷേ അങ്ങനെ പോയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അവർ സാറ്റിസ്ഫൈഡ് അല്ല, അവർക്കവിടെ സമാധാനമായിട്ട് പോകാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തുള്ള ആ ഒരു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ആ മാറിപ്പോയതിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയായിരിക്കാം ചിലപ്പോൾ ഈ ഒരു പേഴ്സണായിട്ട് എടുത്തൊരു തീരുമാനമാണെങ്കിൽ പോലും അതവർ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിലും ആ ഒരു പുതിയ സ്ഥലമായിട്ട് അല്ലെങ്കിൽ ആ ഒരു തിരഞ്ഞെടുത്ത കാര്യമായിട്ട് പൊരുത്തപ്പെടാൻ നോക്കിയിട്ടുള്ളൊരു പേഴ്സണാണ്. പക്ഷേ അവർക്ക് അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ നമ്മളുടേതായിട്ടുള്ളൊരു വഴി തിരഞ്ഞെടുക്കാറുണ്ട്. ചിലവരാണെന്നുണ്ടെങ്കിൽ സ്വമനസാലെ നമ്മളുടെ ഒരു മാർഗ്ഗം ഏതാണോ അത് തിരഞ്ഞെടുത്ത് പോകാറുള്ളവരുണ്ട്. ചിലവരങ്ങനെയല്ല, നമ്മളുടെ ഫാമിലിക്കോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റു പല കാര്യങ്ങളും ആലോചിക്കുമ്പോൾ നമ്മളുടെ ചില ഇഷ്ടങ്ങളൊക്കെ പെൻഡിങ്ങിൽ വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു കാര്യവുമായിട്ട്, അല്ലെങ്കിൽ അതൊരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതൊക്കെ ആയിട്ട് പൊരുത്തപ്പെടാനായിട്ടൊക്കെ മാക്സിമം ശ്രമിക്കും. പക്ഷേ ചില കേസസിൽ മാത്രം പൊരുത്തപ്പെട്ട് പോകാൻ കഴിയില്ല. കാരണം ഇവർ വിചാരിച്ചത്രയും എളുപ്പത്തിൽ ഉപേക്ഷിച്ചു പോകുന്ന ഒരു കാര്യത്തെ മറക്കാൻ സാധിക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലവരെ സംബന്ധിച്ച് മനസ്സിനകത്ത് കുറ്റബോധം ഒരുപാട് ഉണ്ടാവുന്ന ഒരവസ്ഥ ഉണ്ടാവാം. ഒരു സമാധാനം ഇല്ലാത്ത ഒരു രീതി, അല്ലാന്നുണ്ടെങ്കിൽ ചെയ്തത് തെറ്റായി പോയോ എന്നുള്ളൊരു ആലോചന, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു പേഴ്സൺ ഒരുപാട് മിസ് ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരു പക്ഷേ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതായത് അവരുടെ ആ ഒരു
ഗട്ട് ഫീലിംഗ് പോലും അവർക്ക് തോന്നുന്നത് അവരുടെ ഒരു ചോയ്സ് ശരിയായിരുന്നോ ഇല്ലയോ എന്നുള്ളൊരു തോന്നലിൽ അവർക്ക് എത്താൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ അതിൽ തന്നെ അവർക്കൊന്ന് കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെയൊക്കെ നമുക്ക് ആ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് കഴിയുന്ന എനർജീസ് തന്നെയാണ്. അപ്പോൾ എടുത്ത കാര്യങ്ങൾ ഒരു ഇല്യൂഷൻ ആയിരുന്നോ അല്ലെങ്കിൽ അവരുടെ തീരുമാനം തെറ്റായിരുന്നോ എന്നുള്ളൊരു ആശയക്കുഴപ്പമുണ്ട്. സ്റ്റിൽ ഈ ഒരു പേഴ്സണ് ഒരു ഇൻഡിസിഷൻ മൈൻഡ് സെറ്റ് ഉണ്ട്. നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ ഓക്കെ ആയിട്ട് അല്ലെങ്കിൽ കംഫർട്ടായിട്ട് പോകുന്ന ഒരു പേഴ്സൺ അല്ല. അവരിപ്പോഴും നല്ലൊരു ആശയക്കുഴപ്പത്തിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്തോ ഒരു കാര്യം അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് പ്രയോറിറ്റി കൊടുത്ത് മാറി നിന്നിട്ടുള്ള ഒരു പേഴ്സണാണ്. പക്ഷേ ആ ഒരു പ്രയോറിറ്റിക്കൊന്നും ഇപ്പോൾ അവരുടെ മനസ്സിൽ വലിയ സ്ഥാനമില്ല. കാരണം അവർ ഈ പറഞ്ഞതുപോലെ ആലോചിച്ച് കൂട്ടുന്ന ഒരവസ്ഥ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ തന്നെ ഉപബോധ മനസ്സ് നമ്മളെ പല കാര്യങ്ങൾക്കും പ്രേരിപ്പിക്കാറുണ്ട് എന്ന് പറഞ്ഞൊരു സിറ്റുവേഷനൊക്കെയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു പാർട്ട്ണർഷിപ്പിനായിട്ട് അവർ വീണ്ടും ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഇതായിരുന്നു ശരി എന്നുള്ളൊരു തോന്നലും കാര്യങ്ങളും കാണാം. അതുകൊണ്ട് തന്നെയാണ് അവർ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മെമ്മറീസ് ഓഫ് ലവ് എനർജി വന്നിട്ടുള്ളത്. ആ ഒരു പാസ്റ്റിൽ നിന്ന് വിട്ടു പോരാനായിട്ട് അവർക്ക് സ്റ്റിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങളിൽ നിന്ന് സെപ്പറേഷൻ ഫേസിലേക്ക് പോയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും അവരായിട്ട് തന്നെ തിരഞ്ഞെടുത്തൊരു മാർഗ്ഗമായിരിക്കാം, അല്ലെങ്കിൽ ചൂസ് ചെയ്ത പ്രയോറിറ്റി ആയിരിക്കാം. എങ്കിലും അവിടെ അവർ നിങ്ങളെക്കുറിച്ച് ഓർത്ത് അസ്വസ്ഥമായിട്ടിരിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ അവർ തിരഞ്ഞെടുത്തൊരു കാര്യം തെറ്റാണോ ശരിയാണോ എന്നുള്ളൊരു തീരുമാനം അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല. നിങ്ങളെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആകെ മൊത്തം നമ്മളിവിടെ കാണുന്നത് പോലെ ആ ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റിൽ പെട്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതലായിട്ടും അവർ ഓവർ തിങ്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സമയമായിരിക്കണം ഇത്. അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഓവറോളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ എടുത്തിയാടി പോയതായിരിക്കാം. എന്ത് വേണമെന്നുണ്ടെങ്കിൽ ആവാം. അപ്പോൾ അതൊരു തെറ്റായോ എന്നുള്ളൊരു ചിന്താഗതി നല്ലതുപോലെ ഉണ്ട്. കൂടുതലായിട്ടും ഈ ഒരു പേഴ്സണ് മാനസികമായിട്ടാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ളൊരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവരുടെ ഒരു ഗട്ട് ഫീലിംഗ് ആണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ചിലപ്പോൾ പ്രേരിപ്പിക്കുന്നുണ്ടാവാം. അപ്പോൾ ആ ഒരു എനർജിയിലൂടെ പോകുന്ന ഒരു പേഴ്സണെയാണ് നമുക്ക് കാണുന്നത്. അവരുടെ ഒരു സിറ്റുവേഷൻ അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഏത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അവിടെ ഭയങ്കര ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ കംഫർട്ടായിട്ട് പോകുന്നൊരവസ്ഥയല്ല. അങ്ങനെയൊക്കെ പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർക്കതിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അതായത് കറങ്ങിത്തിരിഞ്ഞ് അവരുടെ ആ ഒരു പോയിന്റ് അല്ലെങ്കിൽ അവരുടെ ചിന്താഗതികൾ നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നിൽക്കുന്ന ഒരു പേഴ്സണാണ്. വളരെയധികം ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റ് ഉണ്ട്. ആ ഒരു എനർജി നമുക്കിവിടെ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ അവരുടെ സിറ്റുവേഷൻ്റെ എനർജിയാണ് നോക്കിയിട്ടുള്ളത്. സിറ്റുവേഷനാണ് നോക്കിയതെങ്കിൽ പോലും അവിടെ പോലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ സ്റ്റിൽ ഈ ഒരു പേഴ്സൺ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടു പോന്നിട്ടില്ല. ഇപ്പോഴും ഏറ്റവും കൂടുതലായിട്ട് അവരുടെ മനസ്സിൽ നിൽക്കുന്നതും അല്ലെങ്കിൽ കൂടുതൽ അവർ ചിന്തിക്കുന്നതും നിങ്ങളെക്കുറിച്ചും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചാണെന്നുള്ളതും നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി കൂടുതലായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ക്ലിയർ ആവും. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ സിറ്റുവേഷനൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ മറ്റേതെങ്കിലും കാര്യങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരു വ്യക്തിയോ അല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി ഒക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ കരിയറിന് വേണ്ടിയിട്ടൊക്കെ പോകുന്നു, അല്ലെങ്കിൽ അതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണാം. പക്ഷേ ഇവിടെ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ എനർജിയിൽ പോലും നിങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയിൽ ഇപ്പോഴും തുടരുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. 10 of Cups, 6 of Swords, Judgment, Hermit, Knight of Swords, the Fool, 10 of Wands, 3 of Wands, 8 of Wands, 7 of Wands, Princess of Pentacles, the World, Knight of Pentacles, 2 cards വന്നിട്ടുണ്ട്, Queen of Cups, Justice,
ഹാങ്മാൻ ആൻഡ് സൺ. ഇപ്പോൾ നമ്മൾ കറൻ്റ് ഈ ഒരു പേഴ്സൺ നിങ്ങളോടുള്ള ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമുക്കിവിടെ റിഫ്ലക്റ്റ് ചെയ്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മിക്ക ഒരു എനർജീസിലും പൊതുവേ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ജസ്റ്റിസ് നടന്നിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയല്ല ഇതിനകത്ത് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളൊരു ചിന്താഗതി തീർച്ചയായിട്ടും ഈ വ്യക്തിക്കുണ്ട്. ഒരുപക്ഷെ അങ്ങനെയുള്ള ഒരു കാര്യം കൂടി ആയിരിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഒരു ഗട്ട് ഫീലിംഗ് തന്നെ അവരെ ഇതിലേക്ക് വരാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് അവരുടെ മനസ്സ് പറയുന്നുണ്ടാവാം. ആ ഒരു ചിന്തയൊക്കെ അവർക്ക് വരുന്നത് പോലും ഇങ്ങനെയുള്ളൊരു കാര്യം ഉള്ളത് കൊണ്ടായിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ ചില റിലേഷൻഷിപ്പിൽ പല സാഹചര്യത്തിനനുസരിച്ചോ അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മളുടേതായിട്ടുള്ള ഇഷ്ടവും മുൻതൂക്കമൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും നമ്മളെടുത്ത ആ ഒരു ഡിസിഷൻ എത്രത്തോളം മറ്റ് വ്യക്തിയെ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു പേഴ്സണെ വിഷമിപ്പിച്ചു എന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ ചിലർക്ക് ഈ പറഞ്ഞതുപോലെ ആ ഒരു പേഴ്സൺ ഇല്ലാതെയാവുമ്പോഴാണ് അവരുടെ ഒരു കുറവ് എത്രത്തോളം നമ്മുടെ ലൈഫിലുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ചിലർക്ക് അവരോട് കാണിച്ചത് ഒരു നീതികേടായി പോയി എന്ന് വിചാരിച്ചിട്ട് ഒരു സ്വസ്ഥത കിട്ടാത്ത മനസ്സോടുകൂടി പോകുന്ന ആൾക്കാരുണ്ടാവും. എന്തൊക്കെ വേറെ ലൈഫിലൊക്കെ പല കാര്യങ്ങൾ സംഭവിച്ചാലും വേറെ ഏതൊക്കെ വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിലും ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇപ്പോഴും ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ പ്രക്ഷുബ്ധമായിട്ടുള്ള പല കാര്യങ്ങളുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങളുമായിട്ട് ഒരുമിച്ച് പോയാൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന പല ഏഹ്, കാര്യങ്ങളോ സിറ്റുവേഷനോ വ്യക്തികളോ ഒക്കെ ഉണ്ടായെന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇതിന് നല്ലൊരു ഭാവി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ശാന്തമായിട്ട് മുന്നോട്ട് പോയേ പറ്റൂ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇതിൽ നിന്ന് മാറിപ്പോണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് ഉണ്ടാവണമെങ്കിൽ ഫുൾഫിൽമെൻറ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാലേ അതിന് സാധിക്കൂ എന്നുറച്ചൊരു ബോധ്യമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഒരു പേഴ്സൻ്റെ സാഹചര്യവും നിങ്ങളുമായിട്ട് ഒരുമിച്ച് പോകാൻ അനുകൂലമല്ലാത്ത എന്തോ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി ഇങ്ങനെ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ അതുകൊണ്ടായിരിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് വേറെ പല കാര്യങ്ങൾക്കും പ്രയോറിറ്റി കൊടുക്കേണ്ടി വന്നതോ നിങ്ങളിൽ നിന്നൊന്നും മാറി നിൽക്കേണ്ടി വന്നതോ ആ ഒരു സെപ്പറേഷനൊക്കെ ഉണ്ടായതും അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇപ്പോഴും അവർ ആ ഒരു കാര്യം മനസ്സിൽ വെക്കുന്നതായിട്ട് കാണാം. ഈ ഒരു സാഹചര്യത്തിൽ നല്ല രീതിയിൽ പോകാൻ കഴിയില്ല. അങ്ങനെ ആ ഒരു വിചാരിക്കുന്ന ഒരു സ്നേഹത്തോടെ സന്തോഷത്തോടെ അങ്ങനെ ഒരു ഫ്യൂച്ചർ വേണമെന്നുണ്ടെങ്കിൽ മാറി നിൽക്കണം എന്നുള്ളൊരു എനർജി ഈ ഒരു പേഴ്സണിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല അവരുടെ ആ ഒരു തീരുമാനം അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിലെടുത്ത ഒരു തീരുമാനത്തിനെക്കുറിച്ച് അവർ വീണ്ടും റീതിങ്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇവിടെയും നമുക്ക് എവിഡൻ്റ് ആയിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അപ്പോഴത്തെ ഒരു പ്രഷറിലോ അല്ലെങ്കിൽ ആഹ്, കൂടുതൽ ആലോചിക്കാതെയോ അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോവാറുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർക്കിപ്പോൾ തോന്നുന്നുണ്ട് എടുത്ത തീരുമാനം തെറ്റായിപ്പോയി എന്നുള്ള തോന്നൽ കൊണ്ടായിരിക്കും അവരത് നമ്മളെന്താ മലയാളത്തിൽ പറയുക വിചിന്തനം എന്ന് പറയില്ലേ എന്ന് പറയുന്നത് പോലെ വീണ്ടും ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കവിടെ തീർച്ചയായിട്ടും കാണാം. മാത്രമല്ല ഇവിടെ വേറെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആക്ഷൻ ഒക്കെ ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പെട്ടെന്ന് ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു സൈലൻസ് ബ്രേക്ക് ചെയ്ത് കമ്മ്യൂണിക്കേഷനിലേക്ക് വരാൻ, ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ, ഇനിയിപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റി വരാനായിരിക്കാം. അതിനൊക്കെ ഭയങ്കരമായിട്ട് മനസ്സ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ തന്നെ അവരുടെ മനസ്സിനെ അടക്കി നിർത്തുന്ന ഒരവസ്ഥ. അത് നമുക്കിവിടെ പല എനർജീസിലും അത് റിപ്പീറ്റായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ കൂടുതലും അവരിപ്പോൾ അവരിലേക്ക് ഒതുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പൊതുവെ ആ ഒരു ഒറ്റപ്പെടലോട് കൂടി പോകുന്ന ഒരു അവസ്ഥയായിട്ട് തന്നെ പറയാം. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അവരുടെ ഒരു മൈൻഡ് ശരിയല്ല. അല്ലെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കണ്ടതാണ് അവരെങ്ങനെയാണ് അവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തിക്ക് ചിലപ്പോൾ എന്തിനകത്ത് മുഴുകി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അപ്പുറത്ത് ഭയങ്കര ഒരു സെലിബ്രേഷൻ നടക്കുന്നു. ഭയങ്കര സന്തോഷിക്കാനുള്ള ഒരു കാര്യം വരുന്നു. പക്ഷേ ഉള്ളിൽ ഈ ഒരു കാര്യം കിടക്കുന്നത് കൊണ്ട് തന്നെ അതിനകത്തൊരു 100/100 കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ എല്ലാത്തിൽ നിന്നും ഒന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥയോ ആ ഒരു ഒറ്റപ്പെട്ടിരിക്കുന്ന രീതിയിലൊക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു എനർജിയിൽ തന്നെയായിരിക്കും അവർ കൂടുതലായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും അല്ലെങ്കിൽ അവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു സെൽഫ് റിഫ്ലക്റ്റീവ് മോഡൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ചിന്താഗതിയും കാര്യങ്ങളും വരുമ്പോൾ നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എല്ലാ ഫ്രീഡത്തോടും കൂടി ഒന്ന് ഓടി വരാൻ കഴിഞ്ഞെങ്കിൽ എന്നുള്ളൊരു ചിന്താഗതി നമുക്ക് അവരിൽ കാണാം. ഇവിടെ നമ്മൾ ഈ കാണുന്ന ഈ ഒരു എനർജീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ ഒരു കെയർ ഫ്രീ ആയിട്ട് പ്രത്യേകിച്ച് ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ അവനവൻ്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എനർജീസാണ്. യാതൊരു നിബന്ധനകളോ കടിഞ്ഞാണുകളോ ഒന്നുമില്ലാതെ നമ്മളുടെ ഒരു മനസ്സെന്ത് പറയുന്നു അതുപോലെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്ന ഒരു എനർജി.
അത് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ മാത്രമല്ല പലരിലും നമ്മൾ കാണുന്നൊരു കാര്യമാണ്. നമ്മളുടെ മനസ്സ് പല കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും, കൊതിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മളുടെ ചുറ്റുമുള്ള പല കാര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസ് കൊണ്ടൊക്കെ നമുക്കൊന്നും ആ ഒരു രീതിയിലേക്ക് നമ്മളുടെ ആഗ്രഹം ചിലപ്പോൾ കൊണ്ടുപോകാൻ സാധിക്കില്ല. എല്ലാം കൺട്രോൾ ചെയ്ത് നിർത്തേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. എന്ന് പറഞ്ഞ പോലെയുള്ളൊരു കാര്യം നമുക്ക് ഈ ഒരു പേഴ്സണിലും ഇവിടെ കാണാം. ഇവിടെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു എനർജീസിന് ശേഷം നെക്സ്റ്റ് ആയിട്ട് തന്നെ വരുന്നത് തന്നെ ഈ ഒരു പേഴ്സൺ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ ഒരു ഹെവി ബേർഡൻ അല്ലെങ്കിൽ അവരുടെ ഒരു സാഹചര്യമായിരിക്കാം, റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കാം, അവരിപ്പോൾ ചുമന്നുകൊണ്ട് നടക്കുന്ന കാര്യമായിരിക്കാം. അതെല്ലാം അവരുടെ തലയിൽ വരുന്ന ഒരു അവസ്ഥയാണ്. നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇങ്ങനെ പോകാനായിട്ട് നമ്മുടെ മനസ്സ് കൊതിക്കുമ്പോഴും ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ചുറ്റും ഉണ്ടല്ലോ. അപ്പോൾ എനിക്കതുപോലെ ഫ്രീ ആവാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ചിന്ത ചിലപ്പോൾ അവർക്ക് കയറി വരുന്നുണ്ടാവാം. അതുപോലെ തന്നെ നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ലോങ് ടേം ഫ്യൂച്ചറാണ് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ഒരു പ്ലാനിങ് ആണെന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതാണെന്നുണ്ടെങ്കിൽ പോലും ഒരു സീരിയസ് കമ്മിറ്റ്മെന്റ് ലെവലിലാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതെന്ന് നമ്മളിവിടെ എടുത്ത് പറയേണ്ടതാണ്. കാരണം പലപ്പോഴും സെപ്പറേഷൻ ഫേസിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരു കോണ്ടാക്ട് കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ജസ്റ്റ് കോണ്ടാക്ട് കൊണ്ട് തന്നെ തൃപ്തിപ്പെടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇവരുടെ ചിന്തകളിൽ പോലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ സ്റ്റേബിൾ ആവണം. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകാനുള്ള ഒരു തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം കാണാം. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇനിഷ്യൽ എനർജീസിലും കണ്ടിട്ടുള്ളത്. നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ശാന്തമായിട്ട് സമാധാനമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചുറ്റുപാടിൽ നിന്ന് മാറി നിന്നേ പറ്റൂ. അല്ലെങ്കിൽ ഈ ഒരു ചുറ്റുപാടിൽ അവർ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സാധിക്കില്ല എന്നുള്ളൊരു തോന്നൽ ആ ഒരു പേഴ്സണുള്ളത്. കാരണം അവർ ഫ്യൂച്ചറിനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ലോങ് ടേം ആയിട്ട് അവർ ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു എനർജി നമുക്കിവിടെ വളരെ തീവ്രമായിട്ട് തന്നെ കാണാനായിട്ട് കഴിയുന്ന കാര്യമാണ്. അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്ഷൻ എടുക്കാനായിട്ടുള്ളൊരു മനസ്സുണ്ട്. അല്ലെങ്കിൽ ആക്ഷൻ എടുക്കാനായിട്ട് റെഡി ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സണിൽ നമുക്കിവിടെ പലപ്പോഴും കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആദ്യമേ നമ്മൾ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ ഒന്ന് തിങ്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു പമ്മലുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ വരും വരാഴികളെക്കുറിച്ചൊരു ചിന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവർ ആക്ഷൻ എടുക്കാനായിട്ട് റെഡി ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയും നമുക്ക് ഈ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് കാണാം. അപ്പോൾ ഇവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ഈ ഒരു പേഴ്സന്റെ ചിന്തപ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തടസ്സങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ തടസ്സവാദങ്ങളും കൊണ്ട് മറ്റാരെങ്കിലുമൊക്കെ ഉണ്ടാവാം. സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നെ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരാം. ചിലപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആവണം. കമ്മ്യൂണിക്കേഷൻ ഇല്ലാന്ന് വിചാരിച്ചിട്ടൊന്നും കമ്മ്യൂണിക്കേഷൻ കിട്ടിയതുകൊണ്ടെല്ലാം ആവണമെന്നില്ല. ഒരു റിലേഷൻഷിപ്പ് നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലെങ്കിൽ അതിൻ്റെ ഫ്യൂച്ചറൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ല അതിന് വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുത്തെങ്കിലേ അത് നടക്കുകയുള്ളൂ. ഒരുപക്ഷെ ആക്ഷൻ എടുക്കേണ്ടുന്ന ഒരു ഘട്ടത്തിലായിരിക്കാം ഇവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഫൈറ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ പല കാര്യങ്ങൾക്കും എതിർത്ത് നിൽക്കേണ്ടതായിട്ട് വന്നേക്കാം. അപ്പോൾ അതിനൊക്കെയുള്ളൊരു മൈൻഡ് സെറ്റ് ഈ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അപ്പോഴും നമ്മളിവിടെ നോക്കുമ്പോൾ ചിലപ്പോൾ പാസ്റ്റിൽ നിന്ന് അവർ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു റീതിങ്കിങ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു കാര്യം വരുമ്പോഴാണ് ഇവർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പോസ് അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് അവരുടെ ആ ഒരു ഊർജ്ജസ്വലതയൊക്കെ പോയിട്ടൊന്ന് ആലോചനയിലേക്ക് വരുന്നത് ആ ഒരു സമയത്താണ്. ഇവിടെയാണെന്നുണ്ടെങ്കിലും സെയിം ഒരു കാര്യം തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഒരു ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഒരു നിബന്ധനയില്ല കടിഞ്ഞാണില്ലാതെ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ ഒരു ചുറ്റുപാട് അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്നുള്ളൊരു ചിന്താഗതി വരുന്നത്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും കാണാം അവർക്ക് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ആ ഒരു ലോങ് ടേം ഫ്യൂച്ചറാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർക്ക് ഒരു ഫണ്ണി ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടൈം പാസിനായിട്ടോ അല്ല ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിലും അത്രയും ഡീപ്പായിട്ട് പോരുന്ന ഒരു വ്യക്തിയായിരിക്കാം. അവരുടെ ഒരു സാഹചര്യം കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ നിർബന്ധിതമായിട്ടൊക്കെ തിരഞ്ഞെടുക്കേണ്ടി വന്നതായിരിക്കാം ഇപ്പോഴത്തെ ഈ ഒരു സെപ്പറേഷൻ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന വളരെ ഡീപ്പ് ആയിട്ടുള്ള ലോയൽ ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരു എനർജീസൊക്കെയാണ്. അപ്പോൾ ഇതിനകത്തൊരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് വേണം എന്നൊക്കെയുള്ള രീതിയിലാണ് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റിഫൈ ചെയ്യാനായിട്ടൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് തന്നെ അറിയാമായിരിക്കാം ചിലപ്പോൾ ഇതിനകത്തുള്ള കാര്യങ്ങൾ നീതിപൂർവ്വമല്ല നടന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഡെസ്റ്റിനേറ്റ് കണക്ഷനായിട്ടൊക്കെ അവർ കാണുന്ന ഒരു റിലേഷൻഷിപ്പും കൂടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ഈ ഒരു ലൈഫ് സൈക്കിൾ നിങ്ങൾ വേണം എന്നുള്ളത് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അവരുടെ ഒരു ഗട്ട് ഫീലിംഗ് അല്ലെങ്കിൽ അവരുടെ മനസ്സിനുള്ളിലുള്ള ഒരു തോന്നൽ ഒരുപാട് നിങ്ങളിലേക്ക് വരാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ വരുമ്പോഴായിരിക്കും അവർ ചിന്തിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു കണക്ഷൻ സാധാരണമല്ല. അതുകൊണ്ടാണ് ഇത്രത്തോളം മനസ്സ് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ചെയ്തു പോയ കാര്യങ്ങൾ തെറ്റാണെന്ന് ചിലപ്പോൾ അവരെ ഓർമ്മപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചോയ്സ് തെറ്റായിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നതൊക്കെ അതുകൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു എനർജീസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു
വെയിറ്റിംഗ് എനർജിയിലാണ്, അല്ലെങ്കിൽ അവർ പല രീതിയിൽ ചിന്തിക്കുന്നുണ്ട്, പല ആംഗിളിൽ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാം. ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വെയിറ്റിംഗ് എനർജിയും കൂടിയാണ് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ പറയേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം ഒന്ന് മാറിപ്പോയിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ ഇവരുടെ മനസ്സിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു വീണ്ടും വിചാരം വരിക എന്ന് പറയുന്നത് പോലെയുള്ളൊരു അവസ്ഥയിലേക്ക് ഈ ഒരു പേഴ്സൺ പോകുന്നുണ്ട്. എന്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു എനർജിയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണ് വേണ്ടത് ഇതാണ്. ഈ ഒരു സൺ എനർജി, അതായത് ആ ഒരു ഹാപ്പിനെസ്, നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, ഒരു സ്ട്രോങ് ബോണ്ടിങ് ഒക്കെ അവർ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു സ്റ്റക്നെസ്, അല്ലെങ്കിൽ ആ ഒരു പോസാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു വെയിറ്റിംഗ് ആണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചും മറിച്ചും കാര്യങ്ങൾ അനലൈസ് ചെയ്യുമ്പോഴും ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് ഈ റിലേഷൻഷിപ്പ് വേണം എന്നുള്ളതാണ്. ഇത് ഡ്രോപ്പ് ആയിടത്ത് നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവരുടെ മൈൻഡ് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്കത് അതിലേക്ക് തന്നെയാണ് അവർ ചെന്ന് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ അവരിപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുത്തവരുടെ ലൈഫിൽ കൊണ്ട് നടക്കുന്ന ഒരു കാര്യവും ഒരു ഭാഗത്തുണ്ടാവാം. അപ്പോൾ അതും ഇതും കൂടി താരതമ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ അവരുടെ ഒരു മനസ്സ് വന്നെത്തുന്നുണ്ട്. എങ്ങനെയൊക്കെ വട്ടം തിരിഞ്ഞ് വന്നു കഴിഞ്ഞാലും ആ ഒരു സൈക്കിളിനകത്ത് കിടന്ന് കറങ്ങുക എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇതിനകത്ത് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ള രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഫ്യൂച്ചറിൽ കൊണ്ടുപോകണം എന്നുള്ളൊരു തീവ്രമായിട്ടുള്ള ഒരു എനർജി ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് കാണാം. ആ മനോഭാവത്തിലാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ഉള്ളത്. ഒരുപക്ഷെ ഇത്രയേറെ അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് തന്നെയായിരിക്കാം നമ്മൾ നേരത്തെ അവരുടെ ഒരു സിറ്റുവേഷൻ എനർജി എടുത്തപ്പോഴും അതിനകത്തും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കൂടുതലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. നമുക്ക് അവിടെ ഒരു മെമ്മറീസ് ഓഫ് ലവ് എനർജി കാര്യങ്ങളൊക്കെ കിട്ടിയതാണ്. പാർട്ട്ണർഷിപ്പ് ആൻഡ് അലയൻസ്, അതുപോലെ ഒരു അപ്പോഴും നമ്മൾ അവിടെയും കണ്ടതാണ് ആ ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ്. സെയിം ആ ഒരു കാര്യം നമുക്കിവിടെ റിപ്പീറ്റായിട്ട് കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളോട് ഇപ്പോഴും ഇമോഷൻസും ഫീലിങ്സും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും കൂടുതൽ ഈ ഒരു പേഴ്സൺ ആലോചിക്കുന്നുണ്ടാവാം. പക്ഷേ ആക്ഷനിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ അവർ ആലോചിച്ചു പോകുന്നു. അല്ലെങ്കിൽ ഒരു വീണ്ടും വിചാരത്തിലേക്ക് വരുന്നതായിട്ടും, അല്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 9, നമ്പർ 10, നമ്പർ 11, നമ്പർ 12, നമ്പർ 19, നമ്പർ 20 ആൻഡ് നമ്പർ 21. ഇതുപോലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയാക് സൈൻസ് ടോറസ്, ലിയോ, സ്കോർപ്പിയോ, പൈസസ്, അക്വേറിയസ് ആൻഡ് ലീബ്ര. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിനകത്ത് കൂടുതലും പേഴ്സൻ്റെ ഇപ്പോഴത്തെ സാഹചര്യവും, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് അറിയില്ല. പക്ഷേ എങ്കിലും വളരെ സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് മാറി നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ അവരുടെ ഒരു പൂർണ്ണ മനസ്സോടുകൂടിയല്ല, മാറി നിൽക്കുമ്പോഴും നിങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും, അല്ലെങ്കിൽ ചെയ്തത് തെറ്റായിപ്പോയെന്ന് വിചാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജി ആണെന്നുള്ളത് ഇവിടെ എടുത്ത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും കാണാം പല എനർജീസിനകത്തും ഈ ഒരു പേഴ്സൺ വളരെയധികം സ്ട്രോങ് ആയിട്ടൊരു ആക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ പലരെയും ഡിഫെൻഡ് ചെയ്ത് മാറിയൊക്കെ നിൽക്കുമ്പോഴേ ഇത് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നുള്ളൊരു ചിന്താഗതി ഇവർക്കുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് മറ്റേ എതിരാളികളോ, അല്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകരുതെന്ന് വിചാരിക്കുന്ന വ്യക്തിയോ വ്യക്തികളോ ഒക്കെ ഉള്ളൊരു റിലേഷൻഷിപ്പും കൂടിയാണ്. അതുകൊണ്ടാണ് ഇവർ ഇത്രയും കാര്യമായിട്ട് തന്നെ ചിന്തിക്കുന്നത്. ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.